കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാ നേതൃത്വം. നടപടിക്കെതിരെ CBCയെയും KCBCയും രംഗത്തെത്തി. കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ കൈവിലങ്ങും എന്ന സമീപനം ശരിയല്ല എന്നാണ് സീറോ മലബാർ സഭയുടെ പ്രതികരണം. പ്രധാനമന്ത്രിയോട് പരാതി പറയാൻ ക്രൈസ്തവ സഭാ നേതൃത്വം ധൈര്യം കാണിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നടപടി അപലപിച്ച് സഭാ നേതൃത്വം ഇന്ന് രംഗത്തെത്തി. മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ്. നമ്മുടെ ദേശത്ത് അനുഭവിച്ചു വരുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ജീവിതക്രമത്തിന്റെയും എല്ലാം നേരെയുള്ള പ്രത്യക്ഷമായ കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് അപലപനീയമാണ്. കന്യാസ്ത്രീകളെയല്ല മതേതര ഭരണഘടനയാണ് ബന്ദിയാക്കിയതെന്ന് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക വിമർശിച്ചു. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ സഭാ നേതൃത്വത്തിന് ബോധ്യപ്പെടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയോട് പരാതിപ്പെടാനുള്ള ധൈര്യം കാണിക്കണമെന്നും മന്ത്രി. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? വിഷയത്തിൽ സഭാ നേതൃത്വത്തെ വിമർശിക്കുന്നതായിരുന്നു ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലിത്തയുടെ പ്രതികരണം. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെയും ചോദ്യം ചെയ്യാൻ സാധിക്കണം. അതിനു പകരം അവരെ വിളിച്ച് ആദരിക്കുകയും ആ ആദരവിലൂടെ അവർക്ക് പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും യോഗ്യമായതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിലേറ്റവും കൂടുതൽ ഞാൻ കുറ്റപ്പെടുത്തുന്ന എന്റെ സമൂഹത്തെ തന്നെയാണ്, ക്രൈസ്തവ സമൂഹത്തെ തന്നെയാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഇതര സഭാ നേതൃത്വങ്ങളും പ്രതിഷേധിച്ചു. നിയമപരമായ യാതൊരു സാധുതയുമില്ലാത്ത ഒരു കഥ ഉപയോഗിച്ച് കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും മിഷണറിമാരെയും വേട്ടയാടുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. എൻ്റെ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.